കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കുടുംബ കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ കുട്ടിയുടെ കസ്റ്റഡി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുട്ടീനെ നമ്മൾ പരിശോധിച്ച് കുട്ടിയുടെ മാനസിക നില പരിശോധിച്ച് കുട്ടിക്ക് അച്ഛൻ്റെ ഒപ്പമാണോ അമ്മയുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ട് ആകുന്നത്, വെൽഫെയർ ആകുന്നത് എന്നാൽ കുട്ടീനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. പലപ്പോഴും കുട്ടികൾ പറയുന്ന മറുപടികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകളുടെ ഭീഷണിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുടെയും പുറത്തോ പലപ്പോഴും കുട്ടികളെ കോടതിയിൽ പേടിച്ചുകൊണ്ട് പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നതാണ് ഈ പ്രാക്ടിക്കൽ കേസുകളിൽ. അല്ല, ചിലവ് പറയാറുണ്ട്, നീ അച്ഛൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മറ്റേത് ചെയ്യും മറിച്ചേത് ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ ചിലപ്പോൾ ഭീഷണിപ്പെടുത്താറുണ്ട്, കരഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ഈ അമ്മയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലെയൊക്കെയും കുട്ടീനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ തല്ലും ചെയ്യും എന്നൊക്കെയും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പേടിയുടെ പുറത്ത് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാറില്ല, അച്ഛൻ്റെ കൂടെ പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ കോടതി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസിക നില പരിശോധിക്കുന്നതിനേക്കാളും മുമ്പ് ചെയ്യേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും മാനസിക നില പരിശോധിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് കോടതി പറഞ്ഞേക്കുന്നത്. അതായത് കുട്ടീനെ കൈകാര്യം ചെയ്യുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ആരാണോ അവരുടെ മാനസിക നിലവാരം എങ്ങനെയാണ്, അവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ സാമൂഹികമായ ഇടപെടൽ എങ്ങനെയാണ്, അവർ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെയാണ്, ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. കാരണം നല്ല മനസ്സിനും നല്ല ബോധവും നല്ല വിവരവും നല്ല മാനസിക ആരോഗ്യമുള്ള ആളുകളുടെ കൂടെ നിന്നാൽ മാത്രമാണ് കുട്ടിക്ക് ഈ പറയുന്ന വെൽഫെയർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാനസിക നില തെറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മെൻ്റൽ ഹൈജീൻ ഇല്ലാത്ത ഒരാളുടെ കൂടെ നിർത്തുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് നല്ലതല്ല. തിരിച്ചും അച്ഛൻ ഇതുപോലെ കുടിക്കുക, കള്ളുകുടിക്കുക അല്ലെങ്കിൽ മറ്റ് സ്വഭാവങ്ങളുമായി പോകുന്ന ഒരു അച്ഛനാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ആ കുട്ടിയുടെ ഭാവിക്ക് ദോഷമാണ്. അപ്പോൾ വെൽഫെയർ എന്നുള്ള ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി വളരുന്ന സാഹചര്യത്തിനും എന്താണ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് കോടതിക്ക് ഇപ്പം മനസ്സിലായതുകൊണ്ടാണ് കുട്ടീനെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കളുടെ മനോനില പരിശോധിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കസ്റ്റഡി കൊടുക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ബഹുമാനപ്പെട്ട കോടതി ഇറക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.